ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चना गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवद् अत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे श्रीगुरु दिनतारिणं परमानन्दमाधवं श्रीचैतन्यम् ईश्वरम्। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തോടുകൂടി അടുക്കുകയാണ് നമ്മൾ. ഇനി ഒരു 4 ശ്ലോകങ്ങളും കൂടി കഴിഞ്ഞാൽ പാണ്ഡവരുടെ കാലോചിതമായ അപഗമനം എന്ന ഈ അധ്യായം അവസാനിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 47ഉം 48ഉം ശ്ലോകങ്ങളാണ്. ശ്ലോകം വായിക്കാം. तद्ध्यानोत्रिक्तया भक्त्या विशुद्धा दीक्षणा परे तस्मिन्नारायणपदे एकान्तमदयो गतिम् अवापुर्दुरवापां ते असद्भिर्विषयात्मभिः विदूतकल्मषास्थानं विरजेनात्मनैव हि। तद्ध्यानोत्रिक्तया भक्त्या विशुद्धा दीक्षणा परे तस्मिन्नारायणपदे एकान्तमदयो गतिम् अवापुर्दुरवापां ते असद्भिर्विषयात्मभिः विदूतकल्मषास्थानं विरजेनात्मनैव हि। तद्ध्यानोत्रिक्तया भक्त्या विशुद्धा दीक्षणा परे तस्मिन्नारायणपदे एकान्तमदयो गतिम् अवापुर्दुरवापां ते असद्भिर्विषयात्मभिः विदूतकल्मषास्थानं विरजेनात्मनैव हि. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. അപ്രകാരം അവർ നിരന്തരമായ ഭക്തി നിർഭര സ്മരണയിലൂടെ ആർജിതമായ ശുദ്ധാവബോധത്താൽ പരമപുരുഷൻ നാരായണനാൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ ഭരിക്കപ്പെടുന്ന ആത്മീയ ലോകത്തിൽ എത്തിച്ചേർന്നു. പരമപുരുഷനെ വിചലനം കൂടാതെ അഭംഗുരമായി ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രാപ്തമാകുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഭൗതിക ഭാവനകളിൽ ആമഗ്നരായവർക്ക് ഗോലോക വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ധാമത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. എന്നാൽ പാണ്ഡവർ എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണ വിമുക്തരാകയാൽ ആ ധാമത്തിൽ അവരുടെ അതേ ഭൗതിക ശരീരങ്ങളോടുകൂടി എത്തിച്ചേർന്നു. ഭാവാർത്ഥം. ശ്രീ ജീവഗോസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് സത്വം, രജസ്, തമസ് എന്നീ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനായി ആത്മജ്ഞാനത്തിൽ നിവിഷ്ടനായ ഒരു വ്യക്തിക്ക് ശരീരമാറ്റം കൂടാതെ ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരാൻ കഴിയുന്നു. ഒരു രസതന്ത്രജ്ഞൻ രാസപ്രവർത്തനങ്ങളിലൂടെ എപ്രകാരമാണോ പീരങ്കി ഓടിനെ സ്വർണമാക്കി മാറ്റുന്നത്, അതുപോലെ ഒരു വ്യക്തി അവൻ ആരുമായിക്കൊള്ളട്ടെ യഥാർത്ഥ ആത്മീയ ആചാര്യന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ആത്മജ്ഞാനപരമായി ശിക്ഷണപരമായ പ്രവൃത്തികൾ അനുഷ്ഠിക്കുക വഴി ഒരു ദ്വിജ ബ്രാഹ്മണന്റെ പരിപൂർണത പ്രാപ്തമാക്കാൻ കഴിയുന്നു എന്ന്
ശ്രീ സനാതന ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഹരിഭക്ത വിലാസത്തിൽ പറയുന്നു. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാണ്ഡവരുടെ കാലോചിതമായ അപഗമനം എന്നാണ് അല്ലേ. എന്താ അതിനർത്ഥം? പാണ്ഡവര് യഥാസമയത്ത് ജീവിതത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഭഗവത് ധാമത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ അവര് ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളെല്ലാം നമ്മൾ കണ്ടു അല്ലേ, എങ്ങനെയൊക്കെയാണ് അവര് വേഷവിധാനം ചെയ്തത്, രാജകീയമായിട്ടുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചു. എന്നിട്ട് അവര് ഭഗവത് ധാമത്തിലേക്ക് പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പാത പിന്തുടർന്ന് പാണ്ഡവരെല്ലാവരും തന്നെ ഭഗവത് ധാമത്തിലേക്ക് പോകുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പാത പിന്തുടർന്ന് അവര് വടക്ക് ദിശ ലക്ഷ്യമാക്കി പോവുകയും ചെയ്തു. ഇതേക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ശ്ലോകങ്ങളിൽ 47-48 ശ്ലോകങ്ങളിൽ പറയുന്നത് അവര് നിരന്തരമായിട്ടുള്ള ഭക്തി നിർഭര സ്മരണയിലൂടെ ആർജിതമായിട്ടുള്ള ശുദ്ധ അവബോധത്താൽ പരമപുരുഷൻ നാരായണനാൽ ഭരിക്കപ്പെടുന്ന ആത്മീയ ലോകത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവിടെ വളരെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണ വിമുക്തരാകയാൽ ആ ധാമത്തിൽ അവരുടെ അതേ ഭൗതിക ശരീരങ്ങളോടുകൂടി അവർ എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ പാണ്ഡവര് ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലും പരമമായിട്ടുള്ള ധർമ്മപ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോന്നത് കൊണ്ടാണ് അവർക്ക് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി നേടാനും അതുകൊണ്ട് തന്നെ അവര് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പാദപത്മങ്ങളെ നിരന്തരം സ്മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന പ്രക്രിയകളെല്ലാം തന്നെ വളരെ എളുപ്പമായിരുന്നു എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അവര് നിരന്തരമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള സ്മരണയിലൂടെ ആർജിതമായിട്ടുള്ള ശുദ്ധാവബോധം എന്നാണ് ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ അത്തരം ശുദ്ധ അവബോധം കൊണ്ട് അവര് പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമമായിട്ടുള്ള ധാമത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഈ ഒരു ശ്ലോകം നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്ന അതേ ഭൗതിക ശരീരത്തോടു കൂടി അവർ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ ഇതേ രീതിയിൽ ശരീരമാറ്റം സംഭവിക്കാതെ വൈകുണ്ഠത്തിൽ നിന്നും വന്ന വിമാനത്തിൽ കയറിപ്പോകാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരെ നമുക്കറിയാം അല്ലേ. 1-2 പേരെയൊക്കെ നമുക്ക് നല്ല അറിവുണ്ട്. ആരൊക്കെയാണ് അവര്? ധ്രുവ മഹാരാജാവ് അല്ലേ. അപ്പൊ ധ്രുവ മഹാരാജാവ് വെറും 5 വയസ്സുള്ള ഒരു ബാലനായിരുന്നു. അപ്പോൾ ആ 5 വയസ്സുള്ള ബാലന്റെ ദൃഢനിശ്ചയത്തിന് മുൻപില് പ്രകൃതി പോലും നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു അല്ലെ. ആ സമയത്ത് ധ്രുവൻ ശ്വാസം നിർത്തുന്ന അല്ലെ, ഓരോന്നായിട്ട് ഭക്ഷണം നിർത്തി, ജലം നിർത്തി, അതുപോലെ ശ്വസന പ്രക്രിയകൾ നിർത്തി. അപ്പോൾ അങ്ങനെ ധ്രുവൻ ശ്വസന പ്രക്രിയകൾ നിർത്തിയപ്പോൾ ഈ പ്രകൃതി തന്നെ നിശ്ചലമായതിനെ കുറിച്ചിട്ട് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥ തുടർന്നു പോന്നാല് വളരെ ബുദ്ധിമുട്ട് നേരിടുമെന്ന് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ഭഗവാനെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലേ, ധ്രുവൻ ഇങ്ങനെ ഇത്രയും നേരവും താൻ ഉള്ളിൽ ദർശിച്ചുകൊണ്ടിരുന്ന, അതായത് പരമാത്മ രൂപത്തിൽ ദർശിച്ചുകൊണ്ടിരുന്ന ഭഗവാനാണ് തൊട്ടു മുൻപിൽ വന്ന് നിൽക്കുന്നത് അല്ലെ. ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി ചതുർഭുജ രൂപത്തിൽ ഭഗവാൻ തൊട്ടു മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഭഗവാൻ പുറത്തു വന്ന് നിൽക്കുന്നതായിട്ടാണ് ധ്രുവൻ അനുഭവപ്പെട്ടത്. അപ്പോൾ ധ്രുവൻ എന്താ ചെയ്തത്? ഉടനെ തന്നെ ഭഗവാനെ നമസ്കരിച്ചു, പാദത്തിലെ സ്പർശിച്ചു എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ധ്രുവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടുകളൊക്കെ ചെയ്തത്? തൻ്റെ പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനത്തിൽ നിന്ന് അല്ലെ, അപമാനത്തെ മറികടക്കുവാൻ, ഇതിലും വലിയ സമ്പത്ത് ആർജിക്കുവാൻ വേണ്ടിയിട്ടാണ്
അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പോയ കുട്ടിയെ അല്ലെ രണ്ടാനമ്മ അവിടെ നിന്ന് അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതിൽ മനം നൊന്തിട്ടാണ് ധ്രുവൻ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല അല്ലേ, ഭഗവാനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഭഗവാൻ എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഋഷിമാരും സന്യാസിമാരും ഒക്കെ അല്ലേ വനത്തിലാണ് തപസ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ആ പാവം അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല, അറിവില്ല. അപ്പൊ അവര് പറഞ്ഞു വനത്തിലേക്ക് പോയി നോക്കൂ, അവിടെ കാണാൻ പറ്റും ഭഗവാനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ധ്രുവൻ അമ്മയുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് വനത്തിലേക്ക് പോയത് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വനത്തില് അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ ഭഗവാനെ കാണുന്നില്ല. അപ്പോൾ കുട്ടി വിചാരിച്ചത് അല്ലെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരാളാണ് ഭഗവാൻ എന്നാണ്. ഇപ്പോൾ സാധാരണ മനുഷ്യരെ കാണുന്നത് പോലെ നോക്കുമ്പോൾ കാണുന്ന ഒരാളാണ് ഭഗവാൻ, വനത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്നൊക്കെയാണ് കുട്ടി വിചാരിച്ചത്. പക്ഷെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ പലരോടും അന്വേഷിച്ചു. അങ്ങനെയാണ് നാരദ മഹർഷി അവിടെ വരുന്നത്. അപ്പൊ നാരദ മഹർഷിയോട് ചോദിച്ചപ്പോൾ നാരദ മഹർഷിക്ക് ഒന്നും പറയാനില്ല അല്ലെ. നീ 5 വയസ്സുള്ള കുട്ടിയാണ്, അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോകൂ, പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ധ്രുവൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനുള്ള മാർഗം പറഞ്ഞു തരൂ, ഇല്ലെങ്കിൽ എൻ്റെ വഴിയിൽ നിന്ന് മാറൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ദൃഢനിശ്ചയത്തിന് മുന്നില് നാരദ മഹർഷിക്ക് മനസ്സിലായി ഇത് സാധാരണ ബാലനല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഭഗവാന്റെ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ധ്രുവൻ കഠിന തപസ് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ വന്ന് നിൽക്കുന്നത് അല്ലെ. എന്തിനായിരുന്നു ധ്രുവൻ വന്നത്? മുത്തച്ഛനേക്കാളും വലിയ രാജ്യം സ്വന്തമാക്കണം അല്ലെ, അത്രയും സമ്പത്ത് സ്വന്തമാക്കണം, അതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ നേടണം എന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ധ്രുവൻ തപസ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ തൊട്ടു മുന്നില് തന്റെ പ്രിയപ്പെട്ട ഭഗവാനെ കണ്ടപ്പോൾ അല്ലെ ധ്രുവന് ഇനി ഒന്നും വേണമെന്നില്ല എന്ന ഒരു അവസ്ഥ കൈവന്നു. കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞു ധ്രുവന്റെ അല്ലെ. അപ്പൊ ധ്രുവൻ എന്താണ് ഭഗവാനോട് പറഞ്ഞത്? സ്വാമിൻ കൃതാർത്ഥോ അസ്മി വരം ന യാചേത് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി എനിക്ക് ഒന്നും ആവശ്യമില്ല സ്വാമി, എനിക്ക് സന്തോഷമായി, ഞാൻ കൃതാർത്ഥനായി, ഇനി ഒന്നും ഇതിനു മേലെ എനിക്ക് ആവശ്യമില്ല എന്നാണ് ഭഗവാനോട് ധ്രുവൻ പറയുന്നത്. ഞാൻ ഭൗതിക സമ്പത്ത് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത് ഭഗവാനെ, പക്ഷേ ഇപ്പോ അങ്ങയെ കണ്ടപ്പോൾ ഇനി എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് ധ്രുവൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ധ്രുവൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിച്ച് ധ്രുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഭഗവാൻ ചെയ്തത്? തന്റെ ശംഖ് കൊണ്ട് ധ്രുവന്റെ നെറുകയിൽ ഇങ്ങനെ ഒന്ന് തൊടുകയാണ് അല്ലെ. ആ സമയത്താണ് ധ്രുവൻ ധ്രുവസ്തുതികൾ ആരംഭിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിലെ ധ്രുവചരിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആ ധ്രുവസ്തുതികള് ധ്രുവൻ ചൊല്ലാനായിട്ട് ആരംഭിക്കുന്നത് ഭഗവാന്റെ ശംഖ് കൊണ്ടുള്ള സ്പർശനത്തിന് ശേഷമാണ്, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടി ധ്രുവൻ 36,000 വർഷമാണ് രാജ്യം ഭരിച്ചതെന്നാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. അങ്ങനെ രാജഭരണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമായപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വരികയാണ് അല്ലെ. പുഷ്പക വിമാനം വന്നു. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അതിൽ കയറിയിരിക്കും അല്ലെ. പക്ഷെ ധ്രുവൻ അങ്ങനെയല്ല ചെയ്തത്. ധ്രുവൻ അതിന് ചുറ്റും നടന്ന് വലം വെച്ച് നമസ്കരിച്ചു ആ പുഷ്പക വിമാനത്തിന്. അപ്പോൾ ആ വലം വെക്കലോട് കൂടിയിട്ട് ധ്രുവൻ പരിപൂർണ ശുദ്ധനായി തീർന്നു എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വിമാനത്തിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്താണ് സ്വന്തം അമ്മയെ കുറിച്ചിട്ട് ധ്രുവന് ആലോചന വന്നത് അല്ലെ. സ്വന്തം അമ്മ മൂലമാണ് ഭഗവാനെ കാണാനും ഭഗവാനെ മനസ്സിലാക്കാനും എല്ലാം ധ്രുവന് സാധിച്ചത്. അപ്പോൾ ആ അമ്മയില്ലാതെ ഞാൻ എങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകും എന്ന് ധ്രുവന് ഒരു ചിന്ത വന്നു. അപ്പോൾ പുഷ്പക വിമാനത്തിന്റെ സാരഥികളായിരുന്നു നന്ദ സുനന്ദ എന്ന 2 ഭക്തന്മാര്. അപ്പോൾ അവർക്ക് ഉടനെ ധ്രുവന്റെ ചിന്താഗതികളെ മനസ്സിലാക്കുകയും ധ്രുവന്റെ ആഗ്രഹം മനസ്സിലാക്കുകയും അവരുടനെ തന്നെ അടുത്തൊരു വിമാനത്തില് അമ്മയെ കൂടി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ധ്രുവൻ ഇങ്ങനെ വിമാനത്തിൽ കയറി ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുകൂടി മറ്റൊരു വിമാനം പോവുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അതിൽ സ്വന്തം അമ്മ ഇരുന്നിട്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയാകുകയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ധ്രുവന് വളരെയധികം സന്തോഷം തോന്നും അല്ലെ. അപ്പോൾ തൻ്റെ അമ്മയെ കൂടി തനിക്ക് വൈകുണ്ഠ പ്രാപ്തി നേടിക്കൊടുക്കുവാൻ സാധിച്ചല്ലോ എന്നോർത്ത് വളരെ സന്തോഷം തോന്നും ധ്രുവന്. അപ്പോൾ 5 വയസ്സുള്ള ബാലൻ ഭഗവാന്റെ പാത പിന്തുടർന്ന് രാജാവായി ഭക്തനായി അതോടുകൂടി അമ്മയ്ക്കും വൈകുണ്ഠ പ്രാപ്തി ലഭ്യമാക്കാനായിട്ട് സാധിച്ചു.
പും എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിപ്പിക്കുന്നവനാണ് പുത്രൻ. ഇതാണ് പുത്രന്റെ നിർവചനം. അപ്പൊ ഒരു കുടുംബത്തില് ഒരു ശുദ്ധ ഭക്തൻ ഉണ്ടായാൽ എല്ലാവർക്കും അതിന്റെ ഭാഗ്യം ലഭിക്കും, അല്ലെ? ഇപ്പൊ പ്രഹ്ലാദ മഹാരാജാവ് എന്റെ ഒരേ ഒരു ഭക്തന്റെ കാര്യം ഒരു വരവോട് കൂടിയിട്ട് ആ അസുര പരമ്പര, അല്ലെ, 21 പരമ്പരകൾക്കാണ് ഭഗവാൻ മോക്ഷം കൊടുത്തത്. അപ്പോൾ അതാണ് ശുദ്ധഭക്തന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഒരാള് ഒരു കുടുംബത്തിലെ ശുദ്ധഭക്തനായി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും നമുക്ക് ഭക്തന്മാരാക്കി മാറ്റുവാനും നമുക്ക് ഉന്നത പ്രാപ്തി നൽകുവാനും സാധിക്കും. അപ്പോൾ ധ്രുവൻ അമ്മയ്ക്ക് വൈകുണ്ഠ പ്രാപ്തി നൽകിയതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം. അതുപോലെ നമ്മൾ കൃഷ്ണാവബോധം പരിശീലിപ്പിക്കുന്നതിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉന്നത പ്രാപ്തി കൊടുക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. അതാണ് കൃഷ്ണാവബോധത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് വൈകുണ്ഠപദ പ്രാപ്തി ലഭ്യമായത് ഈ ഒരു ശരീരം കൊണ്ട് എന്നാണ് ഇവിടെ പാണ്ഡവർ തെളിയിക്കുന്നത്. അവർ അതേ ശരീരത്തോടു കൂടി തന്നെയാണ് വൈകുണ്ഠപ്രാപ്തി ലഭ്യമാക്കിയത്, ഭഗവത് ധാമത്തിലേക്ക് പോയത്. അപ്പൊ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതിയാണ് വിശ്വാസം, അല്ലെ? ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദ പറയുന്നുണ്ട്, അതൗ ശ്രദ്ധ സാധു സംഘ ഭജന ക്രിയ അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതില് ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ ശ്രദ്ധയുടെ മറ്റൊരർത്ഥമാണ് വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊരു പ്രശസ്തമായിട്ടുള്ള പരസ്യവാചകം നമുക്കൊക്കെ അറിവുള്ളതാണ്, അല്ലെ? അപ്പോൾ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് ഈ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വൈകുണ്ഠത്തിൽ നിന്ന് വാഹനം വന്നപ്പോൾ പൂന്താനം തിരുമേനി ഭാര്യയെ വിളിച്ചു, അല്ലെ? അപ്പോൾ ഭാര്യ എന്താണ്, ഭാര്യയ്ക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഭാര്യ മടിച്ചു. പക്ഷെ അതിന് പകരം ആരാണ് പോയത്? ആർക്കായിരുന്നു വിശ്വാസം? വേലക്കാരിക്കായിരുന്നു വിശ്വാസം, അല്ലെ? അങ്ങനെ വേലക്കാരിക്ക് വൈകുണ്ഠപദ പ്രാപ്തി ലഭ്യമായി. അപ്പോൾ അങ്ങനെ അതാണ് വിശ്വാസം. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ കാര്യത്തിലും നമുക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ യഥാവിധി കാര്യങ്ങളിൽ മനസ്സിലാക്കുവാനും അതിൽ മുഴുകുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഗുണങ്ങളിൽ നിന്ന്, അല്ലെ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ഉയരണം എന്ന് ഇവിടെ പറയുന്നുണ്ട് ശ്രീല പ്രഭുപാദ. ഇപ്പോൾ ശ്രീല ജീവഗോസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് സത്വം, രജസ്, തമസ് എന്നീ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനായി ആത്മജ്ഞാനത്തിൽ നിമിഷ്ടനായ ഒരു വ്യക്തിക്ക് ശരീരമാറ്റം കൂടാതെ ജീവിതത്തിന്റെ പരമപരിപൂർണതയിൽ എത്തിച്ചേരാൻ കഴിയുന്നു. അപ്പോൾ ഒരു രസതന്ത്രജ്ഞൻ ഓടിനെ സ്വർണമാക്കി മാറ്റുന്നത് പോലെയാണ് ഒരു വ്യക്തി ഭക്തനായി മാറുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഈ ത്രൈഗുണ്യങ്ങളിൽ നിന്ന് ഉയരുക, അല്ലെ, നമ്മളുടെ ഈ സത്വ രജസ് തമോ ഗുണങ്ങളിൽ നിന്ന് ഉയരുക, അതിൽ നിന്ന് ഉയർന്ന് മാത്രമേ നമുക്ക് യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ദ്വന്ദ്വങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുമുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനാവാനായിട്ട് നമുക്ക് സാധിക്കണം. അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 50 പൈസയുടെ ലാഭം നോക്കി പല കടകള് കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഞങ്ങൾക്ക്, അല്ലെ? അന്നൊന്നും കൃഷ്ണാബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ആ 50 പൈസയുടെ ലാഭത്തിന് വേണ്ടി കിലോമീറ്ററുകൾ പൊള്ളുന്ന ചൂടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അതൊന്നും മനസ്സിലായിരുന്നില്ല, അല്ലെ? 50 പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം നടക്കുന്നത്, ഈ ചൂട് അനുഭവിച്ച് നടക്കുന്നത് എന്നൊന്നും തിരിച്ചറിയാനുള്ള ആ ഒരു അവബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനായിട്ട് സാധിച്ചത് കൃഷ്ണാവബോധം കൊണ്ടാണ്. ഇപ്പോൾ സെയിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ്, അല്ലെ, വാങ്ങിക്കാതിരിക്കുക, അല്ലെ? അവരെന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും അത് സെയിലിൽ വെക്കുക, അല്ലെ? അല്ലാതെ വെറുതെ നല്ലൊരു സാധനം അപ്പുറത്ത് ശരിയായ വിലക്ക് ഇരിക്കുമ്പോൾ സെയിലിൽ കൊണ്ടുവന്ന നല്ല സാധനം അതേ സാധനം അവർ വെക്കുമോ? ഒരിക്കലും വെക്കില്ല. അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, പക്ഷെ അത് പിന്നീടായിരിക്കും നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അത്തരം ഫുഡ് ഐറ്റംസ് വാങ്ങിയിട്ട് പാചകം ചെയ്യാതിരിക്കുക, അത് പ്രത്യേകിച്ച് ഭഗവാന് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവബോധത്തിലേക്ക് വന്നത് കൃഷ്ണാവബോധത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അല്ലെ? നമ്മളെപ്പോഴും സെയിലിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോകണം. എന്തുകൊണ്ടാണ്? കുറച്ച് ലാഭം നമുക്ക് കിട്ടും എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ലാഭനഷ്ടങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക, അതിനെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ലാഭനഷ്ടങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും. അപ്പൊ നല്ലത് മാത്രം ഭഗവാന് വേണ്ടി തിരഞ്ഞെടുക്കുക, ഭഗവാന് അർപ്പിക്കുക. അപ്പൊ അത്തരം ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഈ ലാഭനഷ്ടങ്ങള്, ചൂട്, തണുപ്പ്, വെയില്, മഴ, ഇങ്ങനെയുള്ള സുഖം, ദുഃഖം, ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളാണ് നമ്മളെ എപ്പോഴും ഇങ്ങനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്, ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്ദന്തോ നിത്യസത്വസ്ഥോ നിര്യോഗക്ഷേമ ആത്മവാൻ. എന്താ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയാണ്, ഈ ത്രൈഗുണ്യങ്ങളിൽ നിന്ന് നീ ഉയരൂ അർജുന എന്ന് പറയാണ് അല്ലെ. അപ്പൊ ത്രൈഗുണ്യങ്ങളിൽ നിന്ന് ഉയർന്നാൽ മാത്രമേ നിനക്ക് യഥാർത്ഥ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് സാധിക്കൂ എന്ന് പറയാണ്. അപ്പോൾ യഥാർത്ഥ ഒരു ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനായാൽ മാത്രമേ നമുക്ക് ആത്മജ്ഞാനത്തിൽ നിവിഷ്ടനാകാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് എന്ത് സംഭവിക്കുക? ശരീരമാറ്റം കൂടാതെ ഭഗവദ്ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് അത്രയും സവിശേഷമായിട്ടുള്ള ആളുകൾക്ക് മാത്രം കൈവരുന്ന ഒരു എന്താ പറയാ, ഒരു വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്വന്തം, അതായത് അവർക്കുണ്ടായിരുന്ന അതേ ശരീരത്തോട് കൂടിയിട്ട് ഭഗവദ്ധാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അർജുനനെ പറ്റി പറയുകയാണെങ്കിൽ, അർജുനൻ ഇതിനു മുൻപും സ്വന്തം ശരീരത്തില് അല്ലെ സ്വർഗലോകം വരെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ദ്രന്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്സര സ്ത്രീകളെ തന്റെ സൗന്ദര്യം കൊണ്ട് അർജുനൻ ക്രമിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാണ്ഡവര് അത്രയും വിശിഷ്ടമായിട്ടുള്ള വ്യക്തിത്വങ്ങളായതുകൊണ്ടാണ് അവർക്ക് അത്തരം അവസ്ഥയൊക്കെ സംജാതമായത്. ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മൾ ഉയരുക. അപ്പോൾ ത്രിഗുണങ്ങളിൽ നിന്ന് ഉയർന്നാൽ മാത്രമേ നമുക്ക് യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഇപ്പോൾ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴൊക്കെ അത് യഥാർത്ഥ രീതിയിൽ നമ്മുടെ പ്രജ്ഞയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുകളിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് നാമജപം ചെയ്യുവാനായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു 8 മാലയുടെ മുകളിൽ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഗുണങ്ങളുടെ മേലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ നമ്മളോട് സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കർശനമായിട്ട് 16 മാല ജപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ത്രിഗുണങ്ങളുടെ മേലെ വരിക? അപ്പോൾ ത്രിഗുണങ്ങളുടെ മേലെ വരാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മൾ എപ്പോഴും ത്രിഗുണങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ, ജീവാത്മാക്കളാണ്. നമ്മൾ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരുപാട് കഷ്ടതകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വേദനകള്, വിഷമങ്ങള്, കൃമിയൊക്കെ നമ്മളെ കടിക്കും എന്നാ പറയാ ആ വയറ്റിന്റെ ഉള്ളില്. പക്ഷെ അമ്മ എന്താ വിചാരിക്കുക, എൻ്റെ കുട്ടി അല്ലെ വളരെ സുഖമായിട്ട് ഗർഭപാത്രത്തിൽ ഇരിക്കുക എന്ന് വിചാരിക്കുക. പക്ഷെ കുട്ടി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ഓരോ നിമിഷവും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെന്നാ പറയുന്നത്. ഇതിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തു കടത്തു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണെന്നാ പറയുന്നത്. ശ്രീമദ് ഭാഗവത്തിന്റെ 3-ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടി വേദന എടുത്തിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതാണ് ചവിട്ടും തൊഴിയൊക്കെ ആയിട്ട് അമ്മയ്ക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അമ്മയ്ക്ക് ചവിട്ട് കിട്ടുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം നിർവൃതിയാണ് അല്ലെ, കുട്ടി എന്നെ ചവിട്ടുന്നു, ആ കുട്ടി അനങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് അവിടെ. അതുകൊണ്ടാണ് കുട്ടി അത്തരത്തിലൊക്കെ പെരുമാറുന്നത്. അതുപോലെ ചൂടുള്ള സാധനങ്ങൾ വയറിന്റെ അകത്തേക്ക് ഇടുമ്പോൾ കുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെയൊക്കെ ഗർഭകാലം കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അവിടെ കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വെച്ചിട്ട് കുട്ടി ഓരോ നിമിഷവും ഭഗവാനോട് കൈകൂപ്പി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നെ ഇവിടെ നിന്ന് പുറത്തു കിടന്നാൽ ഞാൻ അങ്ങയുടെ ഭക്തനായി മാറിക്കോളാം എന്ന് ഭഗവാനോട് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് കടന്നു വരുന്ന ഭൗതിക ലോകത്തിലേക്ക് വരുന്ന ആ അതേ നിമിഷം തന്നെ ഈ ത്രിഗുണങ്ങള് ഈ കുട്ടിയുടെ മേലെ ആധിപത്യം ചുമത്താണ്. അതോടുകൂടിയിട്ട് എന്താ സംഭവിക്കുക? കുട്ടി ഭഗവാനെ മറക്കാണ്. അപ്പോൾ അങ്ങനെ മറക്കുന്ന കുട്ടിക്ക് പിന്നീട് കൃഷ്ണാവബോധം കൊടുക്കേണ്ടത് മാതാപിതാക്കളായിട്ടുള്ള നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്, ഭഗവാനെ കാണിച്ചു കൊടുക്കാത്ത ഒരു അച്ഛനും അമ്മയും യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല. തൻ്റെ ശിഷ്യന്മാരെ ഭഗവദ്ധാമത്തിലേക്ക് പോകുവാൻ സഹായിക്കാത്ത ഒരു ഗുരു യഥാർത്ഥ ഗുരുവല്ല എന്നൊക്കെ. അതുപോലെ ഭാര്യയ്ക്ക് പരമപദ പ്രാപ്തി നൽകുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഭർത്താവ് യഥാർത്ഥ ഭർത്താവല്ല എന്നൊക്കെ ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. അപ്പോൾ ആ ചുമതല നമ്മൾക്കാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളാണ് ആ കുട്ടിക്ക് ഭഗവാന്റെ മാർഗം കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുക? ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള മാർഗം ശ്രീല പ്രഭുപാദ ഈ ഭാവാർത്ഥത്തിൽ നൽകിയിട്ടുണ്ട്. യഥാർത്ഥ ആത്മീയാചാര്യന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ആത്മജ്ഞാനപരമായ ശിക്ഷണപരമായ പ്രവൃത്തികൾ അനുഷ്ഠിക്കുക വഴി
ഒരാൾക്ക് ത്രിഗുണങ്ങളിൽ നിന്ന് മോചനം നേടാം എന്ന് പറയാണ്. അപ്പോൾ ദ്വിജ ബ്രാഹ്മണന്റെ പരിപൂർണത പ്രാപ്തമാക്കാൻ കഴിയുന്നു എന്ന് ശ്രീ സനാതന ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഹരിഭക്ത വിലാസത്തിൽ പറയുന്നു. അപ്പോൾ നമ്മള് ഗുണങ്ങളിൽ നിന്ന് ഉയരുക അല്ലെ. അപ്പോൾ ആത്മീയ ആചാര്യന്റെ കീഴില് നമ്മൾ ഭക്തി അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ത്രിഗുണങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഭഗവാൻ ഈ ഗുണങ്ങൾക്കെല്ലാം മേലെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഭഗവാന് നിർഗുണ എന്നൊരു പദം അല്ലെ, അല്ലെങ്കിൽ ഒരു വിശേഷണം നൽകുന്നത്. അപ്പൊ നമ്മളൊക്കെ സാധാരണഗതിയിൽ നിർഗുണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാശിനും കൊള്ളാത്തവൻ അല്ലെ, ഒരു ഗുണങ്ങളും ഇല്ലാത്തവൻ എന്നാണ് നിർഗുണൻ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാ. പക്ഷെ നിർഗുണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ളവൻ എന്നാണ്. അപ്പോൾ ഭഗവാൻ ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഭഗവാനെ അഭയം പ്രാപിക്കുന്ന ഒരു ശുദ്ധ ഭക്തന് നമ്മളെയും ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർമ്മകുശലതയോടെ ഈ ഭൗതിക ലോകത്തിൽ പെരുമാറാനാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. കർമ്മകുശലതയോടെ നീ കർമ്മം അനുഷ്ഠിക്കൂ, ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ തസ്മാത് യോഗായ, അപ്പൊ എന്താണ് യോഗ? യോഗ എന്നാല് നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു അല്ലെ. അന്ന് എല്ലാവരും ചലച്ചിത്ര താരങ്ങളും അങ്ങനെ എല്ലാവരും തന്നെ യോഗ ചെയ്യുന്നതിന്റെ, കേന്ദ്രമന്ത്രി അടക്കം എല്ലാവരും യോഗ ചെയ്യുന്നതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു, വീഡിയോ ഒക്കെ കണ്ടു. അപ്പൊ യോഗ എന്ന് പറഞ്ഞാല് ശരീരത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉതകുന്ന പ്രക്രിയ അല്ല യോഗ. യോഗ എന്നാൽ എന്താണ്? കണക്റ്റിംഗ് വിത്ത് ദ സുപ്രീം, ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. അതാണ് യോഗ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുജ് എന്ന പദത്തിൽ നിന്നാണ് ഈ യോഗ എന്ന പദം വന്നത്. അപ്പോൾ ഭഗവാനുമായിട്ട് നമ്മുടെ മറന്നു പോയിട്ടുള്ള ബന്ധത്തെ പുനർജീവിപ്പിക്കുക, അതാണ് യോഗ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സംബന്ധജ്ഞാനത്തിലേക്ക് നമ്മൾ വരിക, ഭഗവാനും നമ്മളും തമ്മിലുള്ള മറന്നുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുക, അതാണ് യോഗ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക? ഭക്തിയുത സേവനത്തിലൂടെ. അപ്പോൾ ഭക്തിയുത സേവനത്തിലൂടെ നമ്മൾ ഭക്തി അനുഷ്ഠിച്ചു വരുമ്പോൾ നമ്മുടെ മറന്നു പോയിട്ടുള്ള ആ ഒരു അവബോധത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ ജനിമൃതികളുടെയും കർമ്മ പ്രതികരണങ്ങളുടെയും ചങ്ങലകളിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനം അനുഷ്ഠിക്കണം. അതാണ് കർമ്മകുശലത എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എല്ലാ പ്രവൃത്തികളും അല്ലെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിഷ്ണുവിന് വേണ്ടിയുള്ള യജ്ഞമാക്കി മാറ്റുക അല്ലെ, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് കർമ്മകുശലതയോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആത്മീയ ആചാര്യന്റെ ശിക്ഷണത്തിൽ നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം ആത്മീയ ആചാര്യയിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മൾ അതുവരെ ചെയ്തു വന്നിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതു ജീവിതമാണ് നമ്മൾ ആത്മീയ ആചാര്യയിൽ നിന്ന് സ്വീകരിക്കുന്നത്, ദീക്ഷാദാനത്തോട് കൂടിയിട്ട്. അപ്പോൾ ആത്മീയ ആചാര്യന്റെ കീഴിൽ നമ്മൾ ഭക്തി അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളുടെ ഈ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാനും കർമ്മകുശലതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കും. അപ്പോൾ ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത് അല്ലെ. ശ്രീല പ്രഭുപാദ പലതവണ ഇതേപ്പറ്റി പറയാറുണ്ട്. അത് മാത്രല്ല ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട് ഇതേക്കുറിച്ചിട്ട്. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെ പിന്നീട് നമ്മൾ ആർജിക്കുന്ന ഗുണങ്ങളിലൂടെയാണ് ഒരുവന് ഉയരാൻ സാധിക്കുന്നത് എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരാത് ഭവേ ദ്വിജ വേദ പഠന്തി തദ് വിപ്ര ബ്രഹ്മജ്ഞാനാദീതി ബ്രാഹ്മണ എന്നാണ് പറയുന്നത്. ഇപ്പൊ ജനിക്കുമ്പോൾ ശൂദ്രരായിട്ടുള്ള നമ്മള് സംസ്കാരം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒരു ബ്രാഹ്മണനായി തീരണമെന്നാണ് ശ്രീല പ്രഭുപാദ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജന്മനാ ജായതേ ശൂദ്ര അല്ലെ, സംസ്കാരാത് ഭവേ ദ്വിജ, സംസ്കാരം അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്കാരങ്ങളിലൂടെ നമ്മൾ എന്താ ദ്വിജനായിട്ട് മാറുകയാണ്. ഇപ്പോൾ വിപ്രനാവുന്നത് എപ്പോഴാണ്? വേദപഠന്തി തദ് വിപ്ര, വേദപഠനം നമ്മൾ ആരംഭിക്കുമ്പോഴാണ് നമുക്ക് വിപ്രനാവാനായിട്ട് സാധിക്കുക. അവിടെ നിന്നും നമുക്ക് ഉയരാൻ സാധിക്കുന്നത് ബ്രഹ്മത്തെ അറിയുമ്പോഴാണ് അല്ലെ. ബ്രഹ്മജ്ഞാനാദി ഇത് ബ്രാഹ്മണ.
അപ്പോൾ ബ്രഹ്മത്തെ അറിയുന്ന ഒരു ബ്രാഹ്മണനായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്നാണ് ശ്രീല പ്രഭുപാദ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശ്രീല സനാതന ഗോസ്വാമി ഹരിഭക്തി വിലാസത്തിൽ പറയുന്നുണ്ട്, ശരീരമാറ്റം പോലും കൂടാതെ ബ്രാഹ്മണനായി തീരാനുള്ള അല്ലെങ്കിൽ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലാനുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങളിൽ നാം ഏർപ്പെടുകയും അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയുമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിന്റെ അവസാനം ഒരു ഹി എന്ന് നമ്മളൊരു പദത്തിന് നിശ്ചയമായും എന്നൊരു അർത്ഥം വായിച്ചിരുന്നു അല്ലെ. അപ്പോൾ ആ നിശ്ചയമായും എന്ന പദം സൂചിപ്പിക്കുന്നത് യാതൊരു സംശയത്തിനും ഇടവരാതെ ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കും, ശരീരമാറ്റം കൂടാതെ ഭഗവത് ധാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന ഒരു കാര്യം അടിവരയിട്ട് പറയുന്നതിനാണ് ആ ഹി എന്ന പദം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭഗവത് ധാമത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അല്ലേ. അത് എളുപ്പമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷെ അഭ്യാസം കൊണ്ട് നമുക്ക് സാധിക്കും. അർജുനൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഭഗവാനെ ഞാനിത് സ്വായത്തമാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അഭ്യാസേന തു കൗന്ദേയ എന്നാ പറയാ. അഭ്യാസം കൊണ്ട് നിനക്ക് ഇത് സാധിക്കും, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളത് കാര്യമൊന്നുമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അഭ്യസിക്കണം. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അവാപുർ ദുരവാപ്പാം. അത് ആ വേടിന്റെ അർത്ഥമാണ്. ഇത് അനുഷ്ഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും നമ്മൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുക്കാതെ നമ്മൾ ആ പാത പിന്തുടർന്ന് പോയാൽ നമ്മുടെ ഈ ജന്മം നമുക്ക് സബലീകൃതമാക്കാൻ സാധിക്കുമെന്നാണ് പ്രഭുപാദൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ സംസ്കാരം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒരു ബ്രാഹ്മണൻ ആകണം നമ്മൾ ഓരോരുത്തരും എന്നാണ് ശ്രീല പ്രഭുപാദ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹരിനാമ ദീക്ഷ മാത്രം പോരാ, എല്ലാവരും ബ്രാഹ്മണ ദീക്ഷ കൂടി സ്വീകരിക്കണമെന്ന് ശ്രീല പ്രഭുപാദ നിർബന്ധം പിടിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ വിദേശീയരായിട്ടുള്ള ശിഷ്യന്മാർക്ക് കൃഷ്ണാവബോധത്തിന്റെ നിയമങ്ങൾ പാലിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്ത് ശ്രീല പ്രഭുപാദ അവർക്ക് കുറെ ഇളവുകൾ കൊടുക്കും അല്ലെ. മുൻപ് ഈ നാമജപം ഒരുപാട് അല്ലെ 108 തവണയൊക്കെ ആയിരുന്നു 108 തവണ. അതായത് ഇപ്പൊ നമ്മൾ 16 ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് 108 തവണ അല്ലെങ്കിൽ 56 തവണയൊക്കെ 64 മാലയൊക്കെ ആയിരുന്നു ഒരു ദിവസം ജപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോൾ പ്രഭുപാദ അത് കുറച്ചു കൊണ്ടുവന്നു, 32ലേക്ക് കൊണ്ടുവന്നു. 32ലേക്ക് കൊണ്ടുവരുമ്പോഴും അവർക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവര് നമ്മളെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല. അവര് രാവിലെ മംഗളാരതിക്ക് വരും, അത് കഴിഞ്ഞിട്ട് അവർ ബുക്ക് ശ്രീമദ് ഭാഗവതം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബുക്ക് വിതരണം ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ ബുക്ക് വിതരണം അതായിരുന്നു അവരുടെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബുക്ക് വിതരണം ചെയ്തിട്ട് അവര് വൈകിയൊക്കെയാണ് മുറിയിലെത്തുക. പിന്നീട് അവർക്ക് ഈ 32 മാല ജപം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നപ്പോൾ പ്രഭുപാദ അത് 16ലേക്ക് കൊണ്ടുവന്നു. പറഞ്ഞു ഇനി ഇവിടെ നിന്ന് ഇനി കുറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ ജപിക്കണം എന്ന് പറഞ്ഞിട്ടാണ് 16 മാല വരെ കൊണ്ടുവന്നത്. അപ്പൊ ശ്രീല പ്രഭുപാദരൊക്കെ 64 മാലയൊക്കെയാണ് ജപിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നിർദ്ദേശം കാരണം. അപ്പോൾ നമുക്ക് ശ്രീല പ്രഭുപാദ അതെല്ലാം കുറച്ച് തന്നിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് ആ 16 മാല എത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ തന്നെ അതിലേക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. 16 മാല ജപിച്ചു കഴിഞ്ഞാൽ മാല തൂക്കിയിടുമ്പോ എന്താ ഒരു ആശ്വാസം അല്ലെ. ഇന്നത്തെ എന്തോ വലിയൊരു ജോലി കഴിഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പ്രഭുപാദ എല്ലാം ഇങ്ങനെ കട്ട് ഷോർട്ടായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണാവബോധത്തിന്റെ നിയമങ്ങൾ ഒക്കെ പാലിക്കാനായിട്ട് ഈ വിദേശീയരായിട്ടുള്ള ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീല പ്രഭുപാദ എന്ത് ചെയ്തു, 100% നിന്ന് അത് 70% വരേക്ക് കുറച്ചു. ഓരോ ഇങ്ങനെ ചർച്ചകൾ നടത്തി അവസാനം 70% വരെ എത്തിയപ്പോൾ പ്രഭുപാദ പറഞ്ഞു, ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി കുറയ്ക്കലൊന്നുമില്ല, ഇത് നിങ്ങൾ ഇത്രയുമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ ഞാൻ ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കാമെന്ന് പ്രഭുപാദ വാക്ക് കൊടുത്തു. ഒരിക്കല് ശ്രീല പ്രഭുപാദരുടെ വ്യാസപൂജയ്ക്ക് പാദത്തില് അഭിഷേകം നടത്തിയ ഒരു ശിഷ്യനോട് ശ്രീല പ്രഭുപാദ പറയാണ്, എൻ്റെ ശിഷ്യനായി തീർന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, വളരെയധികം ഞാൻ നിങ്ങളോട് കൃതജ്ഞതയുള്ളവനാണ്, നിങ്ങളെ ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് ശ്രീല പ്രഭുപാദ ആ ഭക്തനോട് പറയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ, കൊണ്ടുപോകാം, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ 16 മാല ജപം, 4 യമനിയമങ്ങൾ, പ്രചരണം എന്നിവ, പ്രസാദം ഭക്ഷിക്കൽ എന്നീ കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ടും കർശനമായിട്ടും അനുവർത്തിച്ചാൽ നിങ്ങളെ ഞാൻ ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പ് തരുന്നു എന്ന് പ്രഭുപാദ പറഞ്ഞു.
അപ്പോൾ ഭഗവാനും പറയുന്നുണ്ട് അല്ലേ, നമ്മള് അനുഷ്ഠിക്കുക, അനുവർത്തിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ ഇരുന്നാൽ ഇതൊന്നും സ്വായത്തമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി പറയുന്നത് ഹരിചര്യാനുവർണ്ണനം എന്ന് പറയുന്നത്. ഹരിയുടെ പാത പിന്തുടരുക, ഹരികഥ കേൾക്കുക, ഹരിയെ കുറിച്ച് പ്രചരണം നടത്തുക, ഹരിയുടെ പാത പിന്തുടരാൻ വേണ്ടുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുക. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, മാം ചെയ്യോ അവ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ സഗുണാൻ സമതി തൈത്യാൻ ബ്രഹ്മഭൂതായ കൽപ്പനേ എന്നാ പറയുന്നത് അല്ലെ. ഭക്തി യോഗത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ പറയുന്നുണ്ട് ഇനിയൊരു ശ്ലോകത്തില്, ഭക്തിയമാം അഭിജാനാതി അല്ലെ ഏവാൻ യശ്ചാസ്മി തത്വതഃ, എന്നെ തത്വത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഭക്തി അനുവർത്തിക്കണം, ഭക്തി അനുഷ്ഠിക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ, മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ, ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദ പറയുന്നുണ്ട്, അത് ശ്രീകൃഷ്ണ നാമാദീന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേഹി ജിഹ്വാദൗ സ്വയം ഏവ സ്ഫുരതി അദഹ എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്താ അതിന്റെ അർത്ഥം? അത് ശ്രീകൃഷ്ണ നാമാദി ന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയെ, ഭഗവാന്റെ രൂപം, ഗുണം, ലീല എന്നിവയൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? സേവോൻ മുഹേഹി ജിഹ്വാദൗ സ്വയം ഏവ സ്ഫുരതി അത, നമ്മള് നാവ് കൊണ്ട് സേവനങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നാവ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കാം? ഭഗവാന്റെ നാമം ജപിക്കാം അല്ലെ, അതുപോലെ പ്രസാദം ഭക്ഷിക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വയം ഏവ സ്ഫുരതി അതാന്ന് പറയാണ്. മറ്റൊരാളുടെ നിർദ്ദേശങ്ങളില്ലാതെ, മറ്റൊരാളുടെ കൈകടത്തൽ ഇല്ലാതെ നമുക്ക് സ്വന്തം ഹൃദയത്തിൽ നമുക്ക് ഭഗവാനെ അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ഇതിന് വേറെ യാതൊരു എളുപ്പമാർഗങ്ങളും ഇല്ല. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. സേവോൻ മുഹേഹി ജിഹ്വാദൗ സ്വയം ഏവ സ്ഫുരതിയത, ഭഗവാൻ വിചാരിക്കണം അല്ലെ, ഭഗവാന്റെ കൃപ വേണം ഭഗവാനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ ആ കൃപയ്ക്ക് പാത്രമാകണമെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിച്ചേ മതിയാകൂ. അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ഈ ഭക്തിയുത സേവന അനുഷ്ഠാനത്തിലൂടെ മാത്രമേ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം വീണ്ടും അനുഭവിക്കാൻ സാധിക്കുള്ളൂ, ബ്രഹ്മസാക്ഷാത്കാരത്തിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ആ പുരോഗതിയിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ സ്വധാമത്തിൽ നമുക്ക് ശരീരമാറ്റം കൂടാതെ മടങ്ങി ചെല്ലാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. അപ്പോൾ നിസ്സന്ദേഹം ഒരുവന് ശരീരമാറ്റം കൂടാതെ പരമമായിട്ടുള്ള ആത്മീയ ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരാം എന്നിവിടെ പ്രഭുപാദ നമുക്ക് ഉറപ്പ് തരികയാണ് അല്ലെ. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഭഗവത്ധാമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഭൗതിക ലോകത്തെ കുറിച്ചിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ദുഃഖാലയം അശാശ്വതം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെ. ഇത് ദുഃഖങ്ങളുടെ ആലയമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ഹിമാലയം, പുസ്തകാലയം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഹിമങ്ങളുടെ, മഞ്ഞിന്റെ ആലയമാണ് ഹിമാലയം. അതുപോലെ പുസ്തകങ്ങളുടെ വീടാണ് പുസ്തകാലയം. അതേപോലെ ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും ആലയമാണ് ഈ ഭൗതിക ലോകം. അത് മാത്രല്ല, ഇത് അശാശ്വതമാണ്, ഇത് ശാശ്വതമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള എൻ്റെ ധാമത്തിലേക്ക് വരൂ എന്നാണ് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുരിതപൂർണമാണ്, ദുഃഖപൂർണമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് മനുഷ്യജന്മം നമ്മുടെ കൈവശമുണ്ട്, അതുപോലെ നമുക്ക് ഭഗവത് സേവനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം പ്ലസ് പോയിന്റുകളാണ്. എന്നിരുന്നാലും ഓരോ കാലടിയിലും അപകടം പതിയിരിക്കുന്ന സ്ഥലമായിട്ടാണ് നമ്മൾ ഭൗതിക ലോകത്തിനെ കണക്കാക്കുന്നത്. അതേക്കുറിച്ചിട്ട് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് അല്ലെ, പദം പദം വിപത്തന്നോ തേഷാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കാലടിയിലും അപകടം പതിയിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ഇടമാണ് ഈ ഭൗതിക ലോകം. അപ്പോൾ അജ്ഞത മൂലം ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെ. കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കും ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ വളരെ സുഖപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അല്ലെ വളരെ സന്തോഷം തരുന്ന ഒരു ഇടമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ദുഃഖാലയമായിട്ടുള്ള സ്ഥലത്തിനെ സുഖാലയമായിട്ടാണ് കണക്കാക്കുന്നത്. അത് മാത്രല്ല, കാമ്യകർമ്മങ്ങളുടെ പരിണിത ഫലങ്ങള് നമ്മളെ സംതൃപ്തരാക്കും അല്ലെ. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് അവരിങ്ങനെ
സദാ വിചാരിക്കുകയാണ് അല്ലെ, അതൊരു വ്യാമോഹം മാത്രമാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരം പ്രവൃത്തികളിൽ അവരിങ്ങനെ കൂടെ കൂടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഒരു വിധത്തിലുള്ള ഭൗതിക ശരീരം നമുക്ക് കൈവന്നാലും അല്ലെ, അവിടെയൊന്നും നമുക്ക് ശോകരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതം സാധ്യമാകില്ല എന്ന് ഉള്ള പരമാർത്ഥം അവർക്കൊരിക്കലും ബോധ്യപ്പെടില്ല. കാരണം അവർ ആ ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാത്തത് കൊണ്ട് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതാണ് സുഖം, ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കും, ഇതാണ് പരമമായിട്ടുള്ള സുഖം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് അവർക്ക് ഒരിക്കലും ബോധ്യപ്പെടില്ല. അവർ ആ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടന്നാൽ മാത്രമേ അവർക്ക് അത്തരം ഒരു അവസ്ഥ സംജാതമാകൂ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് നമുക്ക് വേദനകൾ തരാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നാണ് അല്ലേ, അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എന്നാൽ മാത്രമാണ് നമ്മൾ ഈ വേദനകളൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ചിട്ട് അല്ലെ, അങ്ങനെ അത്തരം ഒരു ശരീരത്തെ കുറിച്ചിട്ട് നാം ചിന്തിക്കുകയുള്ളൂ, അതെവിടെ ലഭ്യമാകുമെന്ന് നമ്മൾ ആലോചിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ശരീരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് വേദനകളും വിഷമതകളും മാത്രം തരാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇനിയൊരു ശരീരമുണ്ട് അല്ലെ, നമ്മുടെ ആധ്യാത്മിക ശരീരമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേദനകളില്ല, വിഷമതകളില്ല, മരണമില്ല, കൊറോണ ഇല്ല, ഒന്നുമില്ല. അവിടെ സുഖമാണ് അല്ലെ, എപ്പോഴും സന്തോഷമാണ്, സുഖമാണ്. അപ്പോൾ ആ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരികയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ഏർപ്പെടുത്തി തരികയും ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 കാര്യങ്ങളാണ് അല്ലെ, ജന്മം, മൃത്യു, ജരാവ്യാധി. ഇത് ഓരോ മനുഷ്യനും ഇതിലൂടെ കടന്നു പോയേ പറ്റൂ, അല്ലെങ്കിൽ ഓരോ ജീവാത്മാക്കളും ഓരോ ജീവനുള്ള ആളുകളും ഇതിലേക്കൂടി കടന്നു പോയേ പറ്റൂ. ഇത് ആർക്കും മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ജന്മമൃത്യു ജരാവ്യാധി ഈ പ്രപഞ്ചത്തിൽ എവിടെയും കൊടികുത്തി വാഴുന്നുണ്ട് അല്ലെ, അതിനൊരിക്കലും നമുക്ക് അതിൽ നിന്നൊരു മോചനം നമുക്ക് സാധ്യമാകില്ല. അപ്പൊ എവിടെ നോക്കിയാലും അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഭൗതിക ലോകം. അതിനെ കുറിച്ചിട്ട് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, പദം പദം വിപതന്ന തേഷാം എന്ന് പറയാണ്. അപ്പോൾ ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും അല്ലെ, നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ നിത്യദാസന്മാരാണ് നമ്മൾ അല്ലെ, അതാണ് നമ്മുടെ മൂലസ്വരൂപം. അപ്പൊ ഈ മൂലസ്വരൂപത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഭക്തന്മാര് അതീന്ദ്രിയ പ്രേമയുത ഭക്തി സേവനത്തിൽ മുഴുകുന്നു എന്നാണ് പറയുന്നത്, സമയം പാഴാക്കാതെ. അപ്പോൾ അങ്ങനെ അവർക്ക് ഭൗതികവും ശോകപൂർണവുമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് കാലത്തിന്റെയും മരണത്തിന്റെയും കഷ്ടതകളുടെയും കുണ്ഠങ്ങളുടെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അതേക്കുറിച്ചിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പൊ അപ്രകാരം പാണ്ഡവര് ഇതെല്ലാം അനുവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് ഭഗവദ്ധാമത്തിലേക്ക് ആ ശരീരം കൊണ്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ് അല്ലെ, അതിന്റെ മറുകര നമുക്ക് കാണാൻ സാധിക്കില്ല. മാത്രമല്ല ഇത് മറുകര പോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സാധ്യമാകില്ല. അപ്പോൾ ഭഗവാൻ അവിടെയും നമുക്ക് കരുണ ചൊരിയുന്നുണ്ട് അല്ലെ, അവിടെയും നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരുന്നുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, സമാശ്രിതായേ പദപല്ലവ പ്ലവം മഹത് പദം പുണ്യ യശോ മുരാരെ ഭവാംബുതിർ വത്സ പരം പദം പരം പദം പദം വിപതംന തേഷാം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തെ കുറിച്ച് പറയാണ്, പദം പദം വിപതംന തേഷാം, എപ്പോഴും അപകടം പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് പറയാണ്. എന്താണ് ആ മാർഗം? മഹത് പദം പുണ്യേശോ മുരാരെ അല്ലെ, മുരാരിയായിട്ടുള്ള ഭഗവാന്റെ പാദത്തിൽ മുറുകെ പിടിക്കുക. അപ്പൊ അങ്ങനെ മുറുകെ പിടിച്ചാല് ആ ഭഗവാന്റെ മുക്തിദാതാവായിട്ടുള്ള ഭഗവാന്റെ ചരണകമലങ്ങളെ തോണിയായിട്ട് അഭയം പ്രാപിച്ചാല് നമുക്ക് ഈ സംസാര സാഗരം കടന്നു പോവാൻ സാധിക്കുമെന്ന് പറയാണ്. എങ്ങനെയാണ് കടന്നു പോവാൻ സാധിക്കുക? നമ്മൾ ഭഗവാനെ അഭയം പ്രാപിക്കുമ്പോൾ ഈ മഹത്തായിട്ടുള്ള സംസാര സാഗരം ഭഗവാൻ ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിയിലേക്ക് ചുരുക്കി തരും അല്ലെ. പശുക്കുട്ടിയുടെ കുളമ്പടി കണ്ടിട്ടുണ്ടാവും. മഴക്കാലത്തൊക്കെ പശുക്കൾ ഇങ്ങനെ പറമ്പിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു കുഴി വന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ഇങ്ങനെ മറികടക്കാൻ എന്താണ് ഇത്ര പ്രയാസം അല്ലെ? നമ്മളൊന്ന് കാലെടുത്ത് വെച്ചാൽ അത് മറികടന്നു. അപ്പൊ അത്രയും ചെറിയ ഒരു കാര്യമായിട്ട് ഭഗവാൻ ഈ ഭൗതിക സാഗരത്തെ ചുരുക്കി തരും എന്ന് പറയുന്നതാണ്. അപ്പോൾ
ഓരോ ജീവാത്മാവിനെയും ഭഗവാൻ ഇങ്ങനെ അല്ലെ തൻ്റെ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പോൾ ഇത്ര കരുണ വേറെ ആർക്കാണ് നമ്മളോട് കാണിക്കാനായിട്ട് സാധിക്കുക അല്ലെ? വേറെ ആർക്കാണ് ഇത്തരം ഒരു കാരുണ്യം നമ്മളിൽ ചൊരിയാൻ സാധിക്കുക? ഭഗവാന് മാത്രമേ സാധിക്കൂ അല്ലെ? ഭഗവാൻ അത്രയ്ക്കും കൃപാമൂർത്തിയാണ് അല്ലെ? ഭഗവാന്റെ അഹൈതുക കരുണ കൊണ്ടാണ് നമുക്ക് ഇപ്പോഴെങ്കിലും കൃഷ്ണാവബോധം പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ കുട്ടികളെ ഈ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മള് ഏത് പരിതസ്ഥിതിയിൽ അല്ലെ, ഏത് ശരീരത്തിലായാലും അവിടെ എല്ലാം ഭഗവാൻ നമ്മുടെ കൂടെ വരും അല്ലെ? ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് അല്ലെ, നമ്മള് എവിടെയൊക്കെ പോയാലും ഇല്ലേ, എന്ത് അവസ്ഥയിലാണെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സന്തത സഹചാരിയായിട്ട് എപ്പോഴും ഭഗവാൻ വർത്തിക്കുന്നുണ്ട്. നമ്മള് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും നമ്മുടെ അല്ലെ, നമ്മളിങ്ങനെ ഒരു മായാവലയത്തിൽ ഇരിക്കുകയാണ് അല്ലെ. ഈ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് എല്ലാ കാലവും നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നും നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെ, നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുകയും നമ്മൾ കരുതുകയും ചെയ്യുന്ന ഓരോരുത്തരും ഈ ശരീരം അവസാനിക്കുന്നതോടെ ഇല്ലാതാകുന്ന ആളുകളാണ്. പക്ഷെ നാം പട്ടിയായും പൂച്ചയായും പുഴുവായും കൃമിയായും കീടമായും ഒക്കെ പരിണമിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഭഗവാന്റെ സവിശേഷത. ഭഗവാൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. നീ മനുഷ്യ ശരീരത്തിൽ ഇരുന്നാൽ മാത്രമേ നിന്നോടൊപ്പം ഞാൻ വരൂ എന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നീ എന്ത് പരിതസ്ഥിതിയിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ട് അല്ലെ. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാ ഭഗവാൻ പറയുന്നത്. നിന്റെ ഹൃദയാന്തർഭാഗത്ത് പരമാത്മ രൂപത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ സദാ പറയുന്നുണ്ട്. അത്രയ്ക്കും കരുണാമയനാണ് ഭഗവാൻ അല്ലെ. ഈ ഒരു അവസരം ഇനി കിട്ടില്ല. മനുഷ്യജന്മത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഇതനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒന്നാണ്, എപ്പോഴും കിട്ടുന്ന ഒന്നല്ല മനുഷ്യജന്മം അല്ലെ. ദുർലഭം മാനുഷ ജന്മം അധ്രുവം അർത്ഥതം എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്? ദുർലഭം മനുഷ്യജന്മം വളരെ ദുർലഭമാണ്, അതേസമയം അധ്രുവം അർത്ഥതം എന്ന് പറയാണ്. അത് വളരെ ഭാഗ്യവുമാണ്, അർത്ഥപൂർണവുമാണ് എന്ന് പറയാണ്. കാരണം ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ അനുവർത്തിക്കാനും ആത്മസാക്ഷാത്കാരം നേടുവാനും ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുള്ളൂ. അതിനുള്ള ഒരു അവസരമാണ് ഈ മനുഷ്യജന്മം. അപ്പൊ നമ്മള് എത്ര വർഷമായിട്ട് ഇതേക്കുറിച്ച് കേൾക്കുന്നു അല്ലെ, എത്ര ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ടും ജീവിതത്തിൽ പരമപ്രാധാന്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറയുമ്പോൾ എല്ലാവരും പുറകോട്ട് പോവുക ചെയ്യുന്നത് അല്ലെ. ഗുരുവിനെ സ്വീകരിക്കുക, ദീക്ഷ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ അത് മാത്രം പറയല്ലേ, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നാ എല്ലാരും പറയാ അല്ലെ. അതാണ് ഏറ്റവും പരമമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മുടെ പരമമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് അതാണ്. അതിനെ നിലനിർത്തിയിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇരിക്കുന്നത്. ഗുരുവിനെ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഗുരുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഗുരുവാശ്രയം എടുക്കുക, ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പുറകോട്ടൊരു വലിയാണ് അല്ലെ. ബാക്കി കാര്യങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് അവർ ചെയ്യും, പക്ഷെ ഇത് മാത്രം വയ്യ, ഇത് മാത്രം പറയരുത് എന്നാണ് പറയാ. അപ്പോൾ നമുക്ക് എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പതിയെ സീരിയസ് ആയിട്ട് ഇനി ദീക്ഷ സ്വീകരിക്കണം അല്ലെങ്കിൽ ഗുരുവിനെ സ്വീകരിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പലരും ഇവിടെ നിന്ന് കാണാതായി അല്ലേ. അപ്പോൾ ഏറ്റവും പരമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗുരുവിനെ സ്വീകരിക്കലാണ്. അതാണ് ഏറ്റവും പരമമായിട്ടുള്ള, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഭഗവാന്റെ പാദങ്ങളെ തോണിയാക്കി തുഴഞ്ഞു പോകണമെങ്കിൽ അതിന്റെ അമരത്ത് ഗുരു വരണം, എന്നാൽ മാത്രമേ പോവാൻ സാധിക്കൂ. അല്ലാണ്ട് നമ്മൾ തന്നെ ഭഗവാന്റെ പാദം ഞാൻ തോണിയാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അത് ഗുരു അതിന്റെ അമരക്കാരനായിട്ട് വന്ന് നയിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. എങ്കിൽ മാത്രമേ ഇതൊക്കെ സക്സസ് ആവൂ. അല്ലെങ്കിൽ ഇതൊക്കെ ശ്രമ ഏവൈഹി കേവലം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഇത് കുറച്ചൊക്കെ ഒരു സാമൂഹിക കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തികളായിട്ട് മാറും എന്നാണ് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന
ഓരോ പ്രവൃത്തിയും ഭഗവാന്റെ അടുത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളാക്കി മാറ്റണമെങ്കിൽ ഗുരു വരണം. ഗുരു വന്നാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ അല്ലെ. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ, ഇത്രയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സോഴ്സാണ് നമുക്കുള്ളത്, അതിലൂടെ എല്ലാം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് തവണ ഇതേപ്പറ്റി കേട്ടു എന്തൊക്കെ നമ്മൾ അനുവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും ആ ഒരു പരമമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇത്തരം കാര്യം പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതം എന്താണ് പറയുന്നത്? ഭഗവാൻ സ്വയം ഉദ്ധവരോട് പറയുന്നതാണ് ഇതിനെ പറ്റിയിട്ട്, അല്ലാതെ ഇത് തമാശയായിട്ട് പറയുന്നതല്ല. നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ദീം ന തരേത് സ ആത്മഹ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിനു മുൻപും ഞാൻ പലതവണ ഈ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത് ഭഗവാൻ? നൃദേഹമാദ്യം സുലഭം സുദുർലഭം. മനുഷ്യ ശരീരം വളരെ ദുർലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ദുർലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യ ശരീരം എന്ന് പറയാണ്. പ്ലവം സുകൽപ്പം, അതിനെ ഒരു വഞ്ചിയാക്കി മാറ്റുക. അതാണ് കുറച്ചു മുമ്പ് ഭഗവാൻ പറഞ്ഞത് അല്ലേ, പ്ലവം സുകൽപ്പം പുണ്യ യശോ മുരാരെ എന്ന് പറഞ്ഞില്ലേ, നമ്മള് ഭഗവാന്റെ പാദത്തിനെ തോണിയാക്കി സങ്കല്പിച്ച് അതിൽ മുറുകെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലവം സുകൽപ്പം, അതിനെ ആ ശരീരത്തിനെ വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ആ ശരീരത്തിനെ ഒരു വഞ്ചിയാക്കി മാറ്റുകയും ഗുരുകർണധാരം, അതിന്റെ അമരക്കാരനായിട്ട് ഗുരുവിനെ കൊണ്ടുവരികയും ചെയ്യാം. മയാനുകൂലേന നഭസ്വതേരിതം അല്ലെ, നമുക്ക് വഞ്ചി തുഴഞ്ഞു പോകണമേലെ കാറ്റ് വേണം അല്ലെ. ഇപ്പൊ കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വഞ്ചി തുഴഞ്ഞു പോവുക. അപ്പൊ അങ്ങനെ നമുക്ക് സുഖകരമായിട്ട് വഞ്ചി തുഴഞ്ഞു പോകണമെങ്കിൽ കാറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഭഗവാൻ പറയാണ് മയാനുകൂലേന നഭസ്വതേരിതം, എന്റെ നിർദ്ദേശങ്ങളാണ് കാറ്റ് എന്ന് പറയാണ്. അപ്പോൾ എന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഗുരുവിനെ അമരക്കാരനായി കൊണ്ടുവന്ന് നിനക്ക് അപൂർവമായി മാത്രം കിട്ടുന്ന ഈ മനുഷ്യ ശരീരത്തിനെ വഞ്ചിയാക്കി ഈ സംസാര സാഗരം താണ്ടി പോകൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ ഭഗവാന്റെ നിർദ്ദേശങ്ങളാകുന്ന കാറ്റിന്റെ സഹായത്തോടെ ഗുരുവിനെ അമരക്കാരനായി മാറ്റിക്കൊണ്ട് ശരീരമാകുന്ന വഞ്ചി തുഴഞ്ഞ് സംസാര സാഗരം കടന്നു പോകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇത്രയൊക്കെ പറഞ്ഞു അല്ലെ, എന്തൊക്കെ തെളിവുകൾ തന്നു, എന്നിട്ടും മനസ്സിലാക്കാത്തവരെ കുറിച്ചിട്ട് ഭഗവാൻ എന്താ പറയുന്നത്? പുമാൻ ഭവാബ്ദീം ന തരേത് സ ആത്മഹ അല്ലെ, അവൻ ആത്മഘാതകനാണ്, ആത്മവഞ്ചകനാണ് എന്ന് പറയാണ്. പുമാൻ ഭവാബ്ദീം ന തരേത്, ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും അല്ലെ, ഗുരു വന്നു, ഭഗവാന്റെ കൃപയുണ്ട് അല്ലെ, ഭഗവാന്റെ നിർദ്ദേശങ്ങളുണ്ട്, മനുഷ്യ ശരീരമുണ്ട്, ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താത്തവൻ സ്വന്തം ആത്മാവിനെ കൊല്ലുന്നവനാണ്, ആത്മഘാതകനാണ് എന്നാണ് ശ്രീമദ് ഭാഗവത്തില് ഭഗവാൻ പറയുന്നത്. അപ്പൊ കാരണം നമ്മുടെ കൈവശമുള്ള ആത്മാവിനെ ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, അത് മറ്റൊരാൾ നിക്ഷിപ്തമായിട്ടുള്ള ഒന്നല്ല. അപ്പൊ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ അത് ആത്മാവിനെ കൊല്ലലായിട്ടാണ് അല്ലെങ്കിൽ ആത്മഹത്യയായിട്ടാണ് ശ്രീമദ് ഭാഗവതം കണക്കാക്കുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ പാണ്ഡവരെ പോലെ, ധ്രുവ മഹാരാജാവിനെ പോലെ, പൂന്താനം തിരുമേനിയെ പോലെ നിസ്സന്ദേഹം ഒരുവന് പരമമായിട്ടുള്ള ആത്മീയ ലോകത്തില് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അവിടെ പ്രഭുപാദ എടുത്തു പറയുന്നുണ്ട്, നിസ്സന്ദേഹം ഒരുവന് ശരീരമാറ്റം കൂടാതെ പരമമായിട്ടുള്ള ആത്മീയ ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരാം എന്ന് പ്രഭുപാദ നമുക്ക് ഉറപ്പ് തരികയാണ്. അത് മാത്രല്ല, നമ്മളെ ഓരോരുത്തരെയും കുറിച്ചിട്ട് പ്രഭുപാദർക്കുള്ള പ്രതീക്ഷ കൂടി അതാണ്. അപ്പോൾ അത് നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അപ്പോൾ പാണ്ഡവരെ പോലെ അല്ലേ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ജന്മത്തില് നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കണം. ഇപ്പൊ ശ്രീല പ്രഭുപാദര് നമ്മളെ കുറിച്ച് ഓരോരുത്തരെയും കുറിച്ചിട്ടുള്ള പ്രതീക്ഷ വച്ച് പുലർത്തുന്നത് അങ്ങനെയാണ് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. ഇപ്പോൾ ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപയില് നിങ്ങൾ ഓരോരുത്തർക്കും അത് സാധ്യമാകട്ടെ, നമ്മളെല്ലാവരും ആത്മഘാതകരല്ലാതായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.